ഫയർ സർവീസ് അസോസിയേഷൻ തിരുവനന്തപുരം മേഖലാ സമ്മേളനം 20-ന് കുണ്ടറയിൽ നടത്തും. 10:30-ന് ഇളമ്പള്ളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള ഫയർ സർവീസ് അസോസിയേഷൻ തിരുവനന്തപുരം മേഖലാ സമ്മേളനം 20-ന് കുണ്ടറയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 10:30-ന് ഇളമ്പള്ളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. KFSA തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. PC വിശ്വനാഥ് MLA ഫയർ സർവീസ് മെഡൽ ജേതാക്കളെ ആദരിക്കും. പ്രതിനിധി സമ്മേളനം ഉച്ചയ്ക്ക് 2-ന് ജനറൽ സെക്രട്ടറി വി പ്രണവ് ഉദ്ഘാടനം ചെയ്യും. എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ മാത്യൂസ് കോശി, A അൻവർ, ബിനുകുമാർ, സഞ്ജയൻ, അനൂപ് എന്നിവർ പറഞ്ഞു. ഫയർ സർവീസിന്റെ അടിസ്ഥാന വിഭാഗത്തിലുള്ള ജീവനക്കാർ മൊത്തം ഈ സംഘടനയിൽ ഉണ്ട്. അടിസ്ഥാന വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് താഴെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുതൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വരെയുള്ള വിഭാഗങ്ങളും, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, മെക്കാനിക്ക്, ഡ്രൈവർ, ഫയർമാൻ, ഫയർ വുമൺ എന്നീ ജീവനക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരള ഫയർ സർവീസ് അസോസിയേഷനിലെ അംഗങ്ങൾ ഉള്ളത്. ജീവനക്കാരുടെ അടിസ്ഥാന വിഭാഗം എന്നുള്ള നിലയിൽ സംഘടനയിലുള്ള ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് കുണ്ടറ സലാംസ് ഗ്രൗണ്ടിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച KV പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മെമ്മോറിയലായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുകയുണ്ടായി. അതിൽ എക്സൈസ്, പ്രസ്, ഫയർ സർവീസിലെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ എന്നിവർ പങ്കെടുക്കുകയും അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഫയർ സർവീസിൻ്റെ ഒന്നാമത്തെ ടീമായ ഈ ഫസ്റ്റ് നേടുകയും സെക്കൻഡ് രണ്ടാമത്തെ ടീം നേടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.